കേടക്ക് പോലെ എങ്ങോട്ടാ പോണേ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാ പെണ്ണുങ്ങളെ ഞാൻ റോബിൻ ബസ് കുടിച്ചാൻ പോവാണ് ആ തൂറി ചന്തിയൊക്കെ ഊരി പാഞ്ഞിക്ക മൂപ്പര്. എടാ മാന അവസാനം ഉസുറും പുളി ഉണ്ടല്ലോ അങ്ങക്ക്, മാന അവസാനം ഉസുറും പുളി ഉണ്ട് അങ്ങക്ക്, ഉസുറും പുളി ഉണ്ടോ അങ്ങക്ക് ഉണ്ടോ? ഒരു നാണോ മാനലത്തെ ഉണ്ടി പൊറ്റുള്ളവന്റെ ബാക്കിൽ ഈച്ച കൂടാന്ന് പറഞ്ഞ മാതിരി അതിന്റെ ബാക്കിൽ കൂടിയിക്ക. റോബിൻ ബസിന്റെ കാര്യമാണ് പറയണേ. എടാ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടടാ, ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടടാ അങ്ങക്ക്, ഉണ്ടടാ അങ്ങക്ക് ഉണ്ടോ? ആ കോടതിയിലെ എല്ലാ രേഖകളും ക്ലിയർ ആയിട്ടല്ലേ വണ്ടി ഇറക്കിയത്. നിങ്ങൾ ആ രേഖ എല്ലാം കണ്ടിട്ടല്ലേടാ പിന്നെ പരമ മച്ചവന്മാരെ നിങ്ങൾ ആ വണ്ടിയെ വിട്ടുകൊടുത്തത്. എല്ലാ പേപ്പറും ക്ലിയർ ആയതുകൊണ്ടല്ലേടാ നിങ്ങൾ ആ വണ്ടി വിട്ടുകൊടുത്തത്. എന്നിട്ട് റൊട്ടീന്റെ ഭാഗമാണ്, റൊട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമാണ്. ഇവിടെ മാറ്റിയതാണ് സിംഗപ്പൂർ. അതാണ് കുറച്ചെങ്കിലും ഒരു മാനമാണ്, അല്ലെങ്കിൽ നാണമാണ്. ഉണ്ടി പൊറ്റുള്ളവന്റെ ബാക്കിൽ ഈച്ച കൂടാന്ന് പറഞ്ഞ മാതിരി അതിന്റെ ബാക്കിൽ കൂടിയിക്കാണ്. കുറച്ചെങ്കിലും നാണോ മാനോ ഉസുറും പുളിയും കാണിച്ചടാ. ഒരു സ്ഥലത്ത് നിന്ന് ചെക്ക് ചെയ്തു, എന്താണ് മയിലപ്പറ മയില്, അത് ഇതായിപ്പോയി തന്നെ. അവിടുന്ന് ഒന്നും ചെക്ക് ചെയ്തു, ഒന്നും നിങ്ങൾ കണ്ടില്ല. ആ പേപ്പർ ക്ലിയർ അല്ലേ, പിന്നല്ലേ നിങ്ങൾ വണ്ടി വിട്ടുകൊടുത്തത്? പിന്നെ എന്താണ് നിങ്ങൾ ചെയ്തത്? പേപ്പർ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ വണ്ടി വിട്ടുകൊടുത്തത്. ഇത് അയച്ചു നോക്കട്ടെ, വണ്ടിയും വലി അല്ലെ ആ പൊട്ടിപ്പോ അതൊക്കെ ക്ലിയർ ആയിട്ടല്ലേ നിങ്ങൾ വണ്ടി വിട്ടുകൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ആനിക്കാട് മൂവാറ്റുപുഴ ആനിക്കാട് വെച്ചിട്ട് എന്തും വേണം മറ്റേത് അതിനകത്തുള്ളത്. എന്താ ഉള്ളത്? ചെക്ക് റൊട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമാണ്. എടാ വേറെ ആരടിയിൽ നിങ്ങൾക്ക് പൊന്തൂലേ? നിങ്ങളെ സാമാനം പൊന്തൂലേ? വേറെ എവിടെ നിങ്ങളെ സാമാനം പൊന്തൂല? മനസ്സിലായില്ല? വേറെ മറ്റുള്ളവരുടെ അടുത്ത് പൊന്തിക്കഴിഞ്ഞാൽ നിങ്ങളെ മുറിച്ചു കളയുക ആൾക്കാര്. അതാണ് ഇനി ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ പൊതുജനം കൈകാര്യം ചെയ്യും. ഒരു പൊതുഗതാഗത വകുപ്പിനെ എങ്ങനെ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ തകർക്കണ്ട്. നാണോ മാനോ ഉസുറും പുളി മാനോ ഔസാര്യം ഉണ്ടോ അങ്ങക്ക്? ഉണ്ടോ? പറയുന്നത് ഉണ്ടെങ്കിൽ ഒരു വണ്ടിക്കാരനെ എങ്ങനെ ഒരു സംരംഭം എങ്ങനെ കൊണ്ടിറക്കാം, എന്നിട്ട് അതിന്റെ ബാഗിൽ സൈക്കിൾ എടുത്ത് കൂടാ. ഉളുപ്പ് വേണടാ, ഉളുപ്പ്. അത് വേണടാ ആദ്യം. അത് ഇല്ലാത്തവന്റെ ബാക്കിൽ ആര് മോശം ഒരു തണലടാ. എല്ലാ പേപ്പറും ഹൈക്കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്ത് എന്റെ നിങ്ങളൊക്കെ അണ്ണാക്ക് കേരള എം പി ഡിന്റെ അണ്ണാക്കിലേക്ക് തള്ളി തന്നു. നിങ്ങൾ പറഞ്ഞ ഫൈൻ അയാൾ അടച്ചു. തെറ്റുകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ശരി, തെറ്റിന്റെ ഫൈൻ അയാൾ അടച്ചു. എന്നിട്ട് എന്തെങ്കിലും കാട്ടിയത്? ആ വണ്ടികൾ വിട്ടുകൊടുത്തു. അതിനകത്ത് കട്ടു എന്നാ പറഞ്ഞിട്ട് 5 പവന്റെ ഒരു മാലയും കട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 45,500 നിങ്ങൾ കട്ടു. കളവ് കേസ് ചാർജ് ചെയ്യണം നിങ്ങൾ. ഞാൻ പറഞ്ഞല്ല, അയാൾ പറഞ്ഞതാ. ഞാൻ പറഞ്ഞല്ല, അയാൾ പറഞ്ഞാണ്. അയാളെ വണ്ടിയിലുണ്ടായിരുന്ന കാശും മറ്റുള്ള സാധനങ്ങളും കാക്കാൻ എടാ നാണോണ്ടറാ അങ്ങക്ക്. യൂണിഫോം ഇട്ട് കണ്ട് അയാൾ പറഞ്ഞ സ്ഥിതിക്കാണ് നിങ്ങൾ ഇങ്ങനെ അതുപോലെ യൂണിഫോം ഇട്ട് പിന്നെ തെണ്ടിത്തരം ചെയ്യാന്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞു വിചാരിച്ചിട്ട് അതിന്റെ ബാക്കിൽ സൈക്കിൾ എടുത്ത് കൂടാ. എടാ ഓരോന്നും അന്തല്ലാത്തോണ്ടാ ഉദ്യോഗസ്ഥന്മാര് പറയുന്നത്. വേറെ ഒരു ബസ്സിന് നിങ്ങൾ പറയുന്നില്ലല്ലോ, വേറൊരു ബസ്സിന്റെ ബാക്കിൽ നിങ്ങൾ കൂടുന്നില്ല. എന്താണ് നിങ്ങൾ കൂടാത്? കൂടിക്കഴിഞ്ഞ നിങ്ങൾ അണ്ടി വറക്കും. മനസ്സിലായോ? കുട്ടികൾ ഉണ്ടാക്കുക. മക്കൾ സഞ്ചി ആൾക്കാർ പൊട്ടിച്ചു, മക്കൾ സഞ്ചി അതിന്റെ ഓണർമാർ പൊട്ടിച്ചു. മനസ്സിലായോ? എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടാണ് അയാൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പേപ്പറും നീ ആവശ്യപ്പെട്ട, നിങ്ങളെ പോലുള്ള ഗതാഗത വകുപ്പ് ആവശ്യപ്പെട്ട, കേരള എം പി ഡി ആവശ്യപ്പെട്ട, ഇതുപോലെയുള്ള പിന്നെ എന്താ പറയാനൊക്കെ ഇത് ഇങ്ങനെയുള്ള നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ വേറൊരു സംഭവമാണ് പറയാ, തന്തയില്ലായ്മ എന്നാണ്. അതിനാണ് ഇങ്ങനത്തെ പരിപാടിക്ക് പറയാം. അപ്പൊ എല്ലാ പേപ്പറുകളും നിങ്ങൾ തന്തയില്ലായ്മ കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ജനങ്ങളെ പറയും. ഇതുപോലുള്ള പിന്നെ എന്താ പറയാ, വൃത്തികെട്ട പരിപാടി. വേറെ ഇതിലും നല്ല, നിങ്ങൾക്ക് ആളാവാൻ വേണ്ടി ഇതിലും നല്ല പരിപാടി ഞാൻ പറഞ്ഞുതരടോ. ഇതിലും നല്ല പരിപാടി ഉണ്ട്, ഫേമസ് ആവാൻ പറ്റിയ പരിപാടി ഉണ്ട്, TV ചാനലുകൾ പേര് വരാൻ പറ്റിയ പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആ പരിപാടി നിങ്ങൾക്ക് പറഞ്ഞു തരണോ? തെമ്മാടിത്തരം, ശുദ്ധ തെമ്മാടിത്തരം. പൊതുജനത്തിന്റെ മുകളിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് കാണ്ട് ഇതുപോലെ തെമ്മാടിത്തരാണ് ചെയ്യുന്നത്. എത്ര ബസ്സാ റൂട്ടിൽ ഓടുന്നുണ്ടാ? എത്ര KSRTC ഇൻഷൂറും ടാക്സും ഇതൊന്നുമില്ല, ഇൻഷൂറും ടാക്സും മറ്റു കാര്യങ്ങളൊന്നുമില്ല, പൊല്യൂഷനും ഇല്ല. എത്ര വണ്ടി ഓടുന്നത്? എന്താണൊന്നും ചെക്ക് ചെയ്യാത്ത? എന്താ ചെക്ക് ചെയ്യാത്ത? നിങ്ങൾ ചെക്ക് ചെയ്യൂല. നിങ്ങള് ആണ്ടി കൂണ്ടി പറക്കും. നിങ്ങളത് ഊരപ്പറമ്പിൽ സാരി അയച്ച മാതിരി. കുറച്ചെങ്കിലും ഒരു നാണോ ഉസുറും പുളിമാണം. പിന്നെ എന്താ പറയാ, പിന്നെ വേശപ്പെണ്ണുങ്ങൾക്കുണ്ട്, അവർക്ക് അവരുടേതായുള്ള ചാരിത്രം. പിന്നെ എന്താ ചാരിത്രം, എന്താ സാധനം അതുണ്ടാവും. അതുമില്ല. വൃത്തിയായിട്ടൊരു സംഗതികള്. ഇത്രയൊരു സംഭവം. ഒരാളും ഒരു ബസ്സിൽ എല്ലാം
അദ്ദേഹത്തെ ഏതൊക്കെ തരത്തില് ഏതൊക്കെ തരത്തില് പരാജയപ്പെടുത്താൻ പറ്റും അതൊക്കെ നോക്കുക. എടാ പൈസ സ്വന്തം പൈസ കൊടുത്താണ്ട് ഈ പിന്നെ മേടിച്ചാണ്ട് ഉണ്ടാക്കുക ഒരു മുതൽ ഓടിച്ചു നോക്കണം. അപ്പൊ അതിന്റെ വേദന അറിയാം, എന്താ അതിന്റെ വിഷമം എന്താ അറിയാം. നാറിത്തരം ചെയ്യണ്, പരമ ചെറ്റത്തരം. ഒരു ബസ് ഒരു പാവപ്പെട്ട ഒരാള് പിന്നെ ഒരുത്തിന് നേരെ ഇതുപോലെ തീട്ട തിന്നാനുള്ള യോഗ്യതയാണ് അയാളുടെ തോന്നും നിങ്ങൾക്ക്. അയാൾ തൂറിയ തീട്ട ചാടിക്കിടക്കാനുള്ള യോഗ്യത അല്ലേ നിങ്ങൾക്കൊന്നും. എന്നിട്ട് ഷൈൻ ചെയ്ത് റൊട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമാണ് നമ്മുടെ റൊട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമാണ് അത്രേ. നാണവും മാനവും ഇല്ലാതെ ഒരു പാവപ്പെട്ട ഒരു പിന്നെ ബസിന്റെ പിന്നെ മുതലാളി, എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യനുമില്ല. അത് വെച്ചിട്ട് ഉണ്ടാക്കുക, എല്ലാവരും ഉണ്ടാക്കുക. നാണവും മാനവും ഇല്ലാത്തവന്റെ മൂട്ടിലെ രാല് മുളച്ച ഒരു തളങ്ങിലല്ലാണ്ട് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടല്ലോ അയാൾ ഓടുന്നത് അല്ലെ. ഈ വേശ്യാലയത്തിലുണ്ടല്ലോ, വേശ്യാലയത്തിന് നിരത്തി നിർത്തിയിട്ടുണ്ടല്ലോ, ഏത് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് നോക്കിയാൽ മടി ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നുണ്ടല്ലോ. എനിക്ക് അതാ ഓർമ്മ വന്നത്. വേശ്യാലയത്തിലിട്ട് പെൺകുട്ടികളെ വരിക്ക് നിർത്തിയിട്ട് ഒരു സമ്പ്രദായം ഉണ്ടാവും, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, പണ്ടുണ്ടായിരുന്നു അത്. എന്നിട്ട് ഇഷ്ടപ്പെട്ടിനെ തെരഞ്ഞെടുത്താണ്ട് കൂടെ ഈ പിന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ തെരഞ്ഞെടുത്താണ് ഇങ്ങനെ നടക്കുക. ഏതാണ് അതുപോലെ ബസ്സിന്റെ അകത്ത് കയറുക, എന്നിട്ട് ഇങ്ങനെ തെരഞ്ഞു നടക്കുക. പേര് വേശ്യാലയത്തിലെ പെണ്ണുങ്ങളെ തെരയണ മാതിരി, പെൺകുട്ടികളെ തൊലി കൊഴുപ്പും തടിയുള്ള പെൺകുട്ടികളെ തെരയണ മാതിരി തെരഞ്ഞു നടക്കുക. ബസ്സിന്റെ അകത്ത് കയറുക. വേറെ ബസ് എത്രയോ അതിനകത്ത് കോരുന്നുണ്ട്, അതിനകത്തൊന്നും ഇല്ല ഈ സാധനം, അതിനകത്തൊന്നും ഇല്ല ഈ സംഭവം. ലൈംഗിക തൊഴിലാളികളുടെ ചൊറുക്ക് നോക്കി നടക്കുന്ന ഇതുപോലെയുള്ള ഏമാമാർക്ക് ഇതിലൊക്കെ നല്ല വേറെന്തെങ്കിലും പരിപാടിക്ക് നടക്കാനല്ലേ, വേറെന്തെങ്കിലും പരിപാടിക്ക് ആണല്ലേ. എന്നിട്ട് നടക്കാം ഉസുർ അവസാനം ഉസുർ നാണോ മാനോ ഇല്ലാത്തവരെ മൂട്ടിൽ എന്താ പറയണ്, ആരോട് പറയാനാണ്? ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനില്ലാതെ പോയത്. കേരളം ഇത്ര അതപ്പതിച്ചു പോയല്ലോ ഉദ്യോഗസ്ഥന്മാര് അല്ലെ, ഇത്ര അതപ്പതിച്ചു പോയി. പാർട്ടിക്കാരുടെ ലെവലിലേക്ക്, ഗുണ്ടകളുടെ ലെവലിലേക്ക് MVD തരം താന്നു പോയി. തനി ഗുണ്ടകളുടെ യൂണിഫോം ഇട്ട ഗുണ്ടകള്, സർക്കാരിന്റെ ഗുണ്ടകൾ ഇന്ന് അവരവരമായി പറയാൻ പറ്റുള്ളൂ. അതിനൊന്നുമില്ല. റൊട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമാണ്. മൈരപ്പറയിൽ ഒന്ന് പിടിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആനിക്കാട് പിന്നെ അവിടെ ഒന്ന് പിടിച്ച്. അപ്പൊ ചങ്ങായി ആദ്യമല്ലോ ഓരോട് ചോദിച്ചാ പോരെ, പേപ്പർ ആണെന്ന് ചോദിച്ചാ പോരെ, അത് ചോദിച്ചാ പോരെ. അത് പറ്റൂല അല്ലേ. കാരണം നിങ്ങൾക്ക് ഷോ പിന്നെ പട്ടി ഷോ കാണിക്കണല്ലോ, പട്ടി ഷോ. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റും അങ്ങനെയൊക്കെ തളർത്തുന്ന നാറിത്തരം. എത്ര ആളുകളുണ്ടടാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ വണ്ടികളിൽ എത്ര ഉണ്ട് പേപ്പറും ഇതൊന്നും ഇല്ലാതെ ഓടുന്നു, നാണോ മാനോ ഇല്ലാത്തവരെ. റൊട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമാണ് റൊട്ടീൻ ചെക്കിങ്. ഇവിടെ മറ്റേതാണ്, നന്ന രാവിലെ വന്നിട്ട് കുളിച്ചു ഒരുങ്ങിയാണ്ട് വന്നിട്ട് നന്ന രാവിലെ പൊട്ടും തൊട്ടുകാണ്ട് പോലും വന്നിട്ട് ഇറങ്ങിക്ക. സ്വാമിമാര് വരെ രാവിലെ എണീക്കാൻ മടിക്കും, അമ്മാരി തണുപ്പാണ്. അന്ന് രാവിലെ ഓരോ ഡ്യൂട്ടി തുടങ്ങുന്ന എപ്പോഴാണ് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തുക. നിങ്ങൾക്ക് നിർദ്ദേശമില്ലാതെ നിങ്ങൾ ഏതോ ഒരു തന്തയില്ലാത്തവന്റെ അങ്ങനെ തന്നെ പറയും, ഏതോ ഒരുത്തന്റെ നിർദ്ദേശം ഉണ്ട് ഇതിനകത്ത്. നിർദ്ദേശം ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല. മാനവസാനം ഉസുറും പുളിയില്ലാത്തവന്റെ ഏതോ ഒരുത്തന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ അനുഭവിക്കും. കേരളത്തിലെ പൊതുജനം നിങ്ങളെ കാർക്കിച്ചു തുപ്പും. ഇത്തരം പോലെ തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വില എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി, പൊതുജനം മനസ്സിലാക്കി. പൊതുജനം കഴുതകളല്ല. സർക്കാർ ഒന്ന് ആലോചിച്ചോ, ഇതുപോലെ തെമ്മാടിത്തരം ചെയ്യാനാണ് ഇനിയും പാപമെങ്കിൽ പൊതുജനം മനസ്സിലാക്കും നിങ്ങളുടെ എന്താണെന്ന്, നിങ്ങൾ ചെയ്യുന്ന എന്താണ് പൊതുജനം മനസ്സിലാക്കും. മനസ്സിലായോ? ഒരു മാസം പിടിച്ചിട്ടു. ഒരു മാസം പിടിച്ചിട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ എന്തായാലും കണ്ടേ, എന്തായിരുന്നു നിങ്ങൾക്ക് പണി ആ ഒരു മാസം? എന്നിട്ട് അതിന്റെ ടയർ പാവട മാടി നോക്കുക, വണ്ടിന്റെ വല്ല ഉണ്ടോ, പാവട മാടി നോക്കുക, അതിന്റെ അകത്ത് വല്ല ഉണ്ടോന്ന്, ഷെഡ് ഇട്ടിക്കണോ നോക്കുക. അതല്ല റോഡ് കൂടി പണ്ണാണല്ലോ, സാരി അയച്ചിട്ട് നടന്നു പോവാണല്ലോ തന്നെ. എന്നിട്ട് പിന്നെ പാവട മാടി നോക്കുക, ഇതിനകത്ത് ടയർ ഉണ്ടോ, ഇതിനകത്ത് ബൾബ് കത്തുണ്ടോ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറുക. വേശി പെണ്ണുങ്ങൾ തെരയണ മാതിരി തെരഞ്ഞു നടക്കുക. അതിന്റെ ഉള്ളില് എവിടുന്ന കയറി എന്താ കാട്ടി എന്താ? അപ്പൊ എന്താടാ നിങ്ങൾ വേറെ വണ്ടികൾ ഓടുന്നില്ല? എന്താടാ ഓരക്കെതിരെ എന്താടാ നിങ്ങൾ പോരുതാത്തടാ? എന്ത് അത് പറ്റൂല നിൽക്കല്ലേ? അതിന് തീട്ടം നിന്നണ നായിക്ക് വളി പപ്പടം എന്ന് പറഞ്ഞ മാതിരി അതാണ് സംഭവം. തീട്ടം നിന്നണ നായിക്ക് വളി പപ്പടം, അതാണ് കേട്ടോ.
വീട്ടിൽ നിന്നിട നായിക്ക് വടി പപ്പടം തൂറിയിട്ടോ രാവിലെ ചന്തിക കീകണമെന്ന് അറിയില്ല ഉദ്യോഗസ്ഥന്മാര്. അപ്പങ്ങനെ എണീറ്റ് പോന്നിക്കണ്, ഊരി പോന്നിക്കുക. എന്താ റോബിൻ ബസ് പിടിച്ചാനാണ്. റോബിൻ ബസ് പിന്നെ ഓ സ്വർഗത്തുക്കല്ലേ പിടിച്ചു, സ്വർഗത്തുക്കല്ലേ പോണത്. എന്നെ റോബിൻ മലം ഇതേറ്റ പോണ മാരി, ശബരിമലക്കേറ്റ പോണെന്നോ പിന്നെ നോയമ്പിടിച്ചോടെ പോണ മാരിയാ. ഓ പോകുക. എന്താണ് പെണ്ണുങ്ങൾ എങ്ങോട്ടാ പോണുങ്ങൾ? ഞാൻ റോബിൻ ബസ് പിടിച്ചാനാണ്, റോബിൻ ബസ് പിടിച്ചാനാണ്. നാണക്കേട്.